ബിഗ് ബോസ് മലയാളം സീസൺ 8 കാത്തിരുന്ന പ്രേക്ഷകർക്കൊക്കെ അല്പം നിരാശ തന്നെയാണ്. അതെ, കുറച്ച് നേരത്തെ എത്തുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ നൽകിക്കൊണ്ട് സീസൺ 8 ഇനിയും വൈകും, അല്ലെന്നുണ്ടെങ്കിൽ ഉടനെയെങ്കിലും ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞൊരു സീസൺ നടന്നതുപോലെ ഓഗസ്റ്റ് ആദ്യ ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നടക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനം അല്ലെന്നുണ്ടെങ്കിൽ ജനുവരി ആദ്യ ആഴ്ചകളിലൊക്കെ ഈ ഒരു സീസൺ കുറച്ച് നേരത്തെ അല്ലെങ്കിൽ ഇതിനു മുൻപ് നടന്നിരുന്ന സീസൺ പോലെ തന്നെ മാർച്ച് അവസാനം ഏപ്രിൽ ആ ഒരു സമയത്തോടു കൂടിയൊക്കെ സീസൺ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ മലയാളികൾക്ക് കുറച്ചും കൂടി ഓഡിയൻസ് പുള്ളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയായിരുന്നു ഈ ഒരു മാർച്ച് അവസാനം ഏപ്രിൽ മെയ് സമയം എന്നൊക്കെ പറയുന്നത്. കാരണം വെക്കേഷനൊക്കെയാണ്, എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ മഴയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്കുണ്ടായിരിക്കത്തില്ല. ടാസ്കുകളൊക്കെ പ്രോപ്പറായിട്ട് നടത്താനും സാധിക്കും. ഈ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് ചെന്നൈ ആയതുകൊണ്ടും അവിടെയും മഴയുടെ ശല്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ മിക്ക ടാസ്കുകളും വളരെ മനോഹരമായി തന്നെ നടത്താൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയായിരുന്നു ഈ പറയുന്ന പോലെ മാർച്ച് അവസാനം ഏപ്രിൽ മെയ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞൊരു സീസണെ സംബന്ധിച്ച് ലേറ്റ് ആകാനുള്ള പ്രധാന കാരണം നമുക്ക് സ്വന്തമായ ഒരു സെറ്റ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തമായ ഒരു സെറ്റ് വന്നിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 8 താമസിക്കുകയാണ്. കുറച്ച് നേരത്തെ എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ നമുക്കറിയാം സ്പോൺസേഴ്സിന്റെ ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇനിയും നീണ്ടുപോകുന്നത്. അതിനിടയിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഹോസ്റ്റായിട്ടുള്ള ലാലേട്ടൻ്റെ ഡേറ്റ് അവൈലബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ പ്രശ്നമായിട്ടുണ്ടാകണം. അപ്പോൾ നിലവിൽ ലഭിക്കുന്നത് ഇനിയും താമസിക്കും, ഉടനെയെങ്കിലും ഉണ്ടാകില്ല. ഈ കഴിഞ്ഞ ഒരു സീസൺ നടന്നതുപോലെ തന്നെ ആഗസ്റ്റ് ആദ്യ ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം നിലവിലിപ്പോൾ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും ഒന്നും ലഭ്യമല്ല. ഇനിയിപ്പോൾ ഒരു ലോഗോ ലോഞ്ചൊക്കെ കഴിഞ്ഞ് അതിനും ഒരു 2 മാസങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും തന്നെ ജൂലൈ ആകും. ഇതിപ്പോൾ ഏപ്രിൽ മിഡായി, ഇനിയിപ്പോൾ മെയ് ജൂൺ ജൂലൈ 3 മാസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അടുത്ത മാസം കഴിഞ്ഞൊരു സീസൺ പോലെ തന്നെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്നൊരു ലോഗോ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു 2-2.5 മാസം കഴിയുമ്പോഴത്തേനും ഓഗസ്റ്റ് ആദ്യ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച സീസൺ തുടങ്ങുന്നത് പോലെ ആയിരിക്കും ഈ ഒരു സീസണും പ്ലാൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ എല്ലാ ബിഗ് ബോസിന്റെ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു, ഈ ഒരു സീസൺ കുറച്ചുകൂടെ നേരത്തെ തുടങ്ങി അടുത്ത ഒരു സീസണോട് കൂടി ബിഗ് ബോസ് മലയാളം മാർച്ച് ഒരു മിഡോട് കൂടി തുടങ്ങുന്ന രീതിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകും. സ്വന്തമായിട്ടൊരു സെറ്റും കാര്യങ്ങളും ഒക്കെ ചെന്നൈയിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്താണെങ്കിലും ബിഗ് ബോസ് മലയാളം ഈ ഒരു സീസണും ഡിലേ ആകും. എന്നാൽ അതിന്റെ ബാക്ക് എൻഡിൽ ബിഗ് ബോസിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് തരത്തക്ക വിധമുള്ള ഇൻഫോർമേഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പം ഏഷ്യാനെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോമഡി കുക്കറി ഷോ ഒക്കെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഒരു 2-3 മാസം ഓടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേനുമായിരിക്കും നമ്മുടെ ബിഗ് ബോസിന്റെ എൻട്രി ഉണ്ടാകുന്നത്. അതിനൊരു ഇൻ ബിറ്റ്വീൻ മെയ് ഈ പറയുന്നത് പോലെ ലാലേട്ടന്റെ ആ ഒരു ബർത്ത്ഡേയുടെ സമയത്തൊരു ലോഗോ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനിടയിൽ നമ്മുടെ ഇതിലേക്ക് വരാനുള്ള കണ്ടസ്റ്റൻസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഹൈപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പൊക്കെ ഉണ്ടാക്കി ബിഗ് ബോസ് ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ട് എങ്ങനെയെങ്കിലും ബിഗ് ബോസിനുള്ളിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ് പലരും. അതെല്ലാവർക്കും തന്നെ അറിയാം, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം ആരൊക്കെയാണ്. അപ്പം നമുക്കതൊക്കെ വെച്ചൊരു പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉടനെ റെഡിയാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളും കമന്റ് ഇടുക, ആരൊക്കെ ആയിരിക്കും അടുത്തൊരു സീസണിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്രയും സീസണുകളൊക്കെ കണ്ടതിന് ശേഷം കഴിഞ്ഞ ഒരു സീസണും അതിന് മുമ്പത്തെ സീസണും കഴിഞ്ഞ ഒരു 2-3 സീസണായിട്ട് അട്ടർ ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്കൊരു സീസൺ 1 ശേഷം ഒരു മികച്ച സീസൺ എന്ന് പറയാവുന്നത് ഒന്നും തന്നെ ഇല്ല. സീസൺ 4 കുറച്ച് ഓഡിയൻസ് പുൾ ഉണ്ടാക്കി എന്നതല്ലാതെ അതിനുശേഷം ഓരോ സീസണുകളും സീസൺ 5 ആണെങ്കിലും 6 ആണെങ്കിലും 7 ആണെന്നുണ്ടെങ്കിലും ഒന്നിനൊന്നിന് അട്ടർ ഫ്ലോപ്പായിട്ടാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മലയാളി പ്രേക്ഷകർ മികച്ചൊരു സീസണ് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു സീസണെങ്കിലും ബിഗ് ബോസിന്റെ ടീമിന് മികച്ചൊരു സീസൺ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഇപ്പൊ കുറച്ച് താമസിച്ചാൽ പോലും മികച്ച കുറച്ച് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്ത് മികച്ച കുറച്ച് തീമൊക്കെ ആയിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തട്ടെ. കണ്ടസ്റ്റൻസിന്റെ തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഈ ഒരു കുറച്ച് സീസണുകളായിട്ട് ബിഗ് ബോസിന്റെ ടീം വളരെ മോശം രീതിയിലേക്ക് എത്തുന്നത്. കണ്ടമാനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയൊക്കെ കുത്തിക്കയറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ടൊരു ടെലിവിഷന് എല്ലാവരും കാണുന്ന ഒരു ടെലിവിഷനിൽ വന്നിട്ട് ഓഡിയൻസിന് മുന്നിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു മൊത്തത്തിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത്
അവരുടെ ഒരു ഇമേജ് പോകാതെ മുന്നിലേക്ക് വന്ന് പ്രത്യേകിച്ച് ഒരു ഗെയിമുകളിലോ ടാസ്കുകളിലോ ഒന്നും പങ്കെടുക്കാതെ അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒതുങ്ങിക്കൂടി പോകുന്ന കുറെ കണ്ടസ്റ്റൻസിനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കുറെ ക്യാഷുള്ള ആർട്ടിസ്റ്റ് ടീമുകളൊക്കെ ബിഗ് ബോസിനുള്ളിലേക്ക് വന്ന് പുറത്തുനിന്ന് നല്ല മികച്ച PR ടീമിനെയൊക്കെ സെറ്റ് ചെയ്ത് വോട്ട് ബാങ്ക് ഒക്കെ പുറത്തു വന്ന് എത്തിച്ച് മാക്സിമം വോട്ടും കാര്യങ്ങളും എത്തിച്ച് വിജയിച്ചു പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ സീസൺ മാത്രമല്ല അതിന് മുന്നിലത്തെ സീസണുകളിലും നമ്മൾ കണ്ടതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വിന്നറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒന്നും ചെയ്യാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതെ ക്യാഷിന്റെ കൊടുത്ത് അല്ലെങ്കിൽ PR വർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് വരെ വാങ്ങിച്ച് വിജയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് കാണുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് അത്ര ദഹിച്ചു എന്ന് വരത്തില്ല. എനിവേസ് നമുക്ക് നോക്കാം. ബിഗ് ബോസിന്റെ ടീം പഴയ തെറ്റുകളൊക്കെ തിരുത്തി മുന്നിലേക്ക് മികച്ചൊരു സീസണുമായി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സീസൺ 1 മികച്ചൊരു സീസൺ എത്തട്ടെ എന്ന് നമുക്ക് കരുതാം. അപ്പം ബിഗ് ബോസ് സീസൺ 8 വരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആർട്ടിസ്റ്റ് സൈഡിൽ നിന്ന് ആരൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് സൈഡിൽ നിന്ന് ആരൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളത്തിന്റെ ലോകമെമ്പാടുമുള്ള ആരാധകർക്കൊക്കെ നിരാശ തന്നെയാണ്. കാത്തിരിക്കേണ്ടി വരും. കഴിഞ്ഞൊരു സീസൺ പോലെ ആഗസ്റ്റ് മിഡിൽ അല്ലെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് ആദ്യ ആഴ്ചകളിലൊക്കെ ആയിരിക്കും സീസൺ വരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.